എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിക്ക് സ്നാക്സ് ആയിട്ടോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിലെ ഒരു ഫില്ലിങ്ങിന് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചിക്കൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ, അതായത് ഒരു 125 ml ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ വെള്ളത്തിനെക്കാട്ടിൽ എപ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പാലിന് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു ഈസ്റ്റ് നല്ലപോലെ തന്നെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ, അതായത് 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ചൂടില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു കോഴിമുട്ട നല്ലപോലെ തന്നെ ഞാനൊന്ന് അടിച്ചെടുത്താണ്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മാവ് കുറച്ച് ലൂസായിട്ട് നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ തന്നെ അങ്ങ് ഒട്ടിപ്പിടിക്കും. എന്ന് കരുതി നമ്മളിതിലേക്ക് വീണ്ടും പൊടി ചേർത്ത് കൊടുക്കരുത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലപോലെ തന്നെ കൈ ഇതുപോലെ ഒന്ന് കഴുകുക. അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് നല്ലപോലെ തന്നെ അതിലിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഞാൻ മാവൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് എക്സ്ട്രാ വേറെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു തുണി നനച്ച് നല്ലപോലെ തന്നെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും മതി. ഇതുപോലെ കവർ ചെയ്ത് ഏകദേശം നമ്മളൊരു 1.5 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കുക കേട്ടോ, ഇത് നല്ല ഡബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചൊന്ന് ചൂടായി കിടക്കുകയാണ്. നമ്മളൊരു 1/2 മണിക്കൂർ നേരം മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് ഈ ഒരു ചിക്കൻ അങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് അത്യാവശ്യം നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ നമുക്ക് ഈ ഓയിലിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ചെറിയതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവ മൂന്നും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏതൊരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് അളവിൽ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തക്കാളിക്കകത്ത് ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പച്ചക്കറികൾ ഒരുപാട് വഴണ്ടൊന്നും പോവരുത്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു വെജിറ്റബിൾ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ ഒരു പച്ചച്ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2.5 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ചിക്കൻ അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ആ ഒരു മസാലയൊക്കെ ഒരു ചിക്കനിൽ നല്ല പോലെ തന്നെ പിടിക്കുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റോളം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുക കേട്ടോ. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും നല്ല ഡബിളായിട്ട് എനിക്കൊരു മാവൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് ഏകദേശം ഒരേ വലുപ്പത്തിൽ നമുക്കൊരു 6 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ 6 എണ്ണമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോ ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു 6 ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബോൾസും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. മാവിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്കും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു മാവ് കുറച്ചും കൂടി ഇരുന്നൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചും കൂടി നമുക്കൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസിലും കൈ വെച്ചിട്ട് തന്നെ ചെറിയൊരു കുഴിയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു തവിയോ വെല്ലം വെച്ചിട്ട് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോഴത്തേക്കും ചെറിയൊരു കുഴി പോലെ അങ്ങ് ആയിക്കോളും. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തവിയോ വെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഓയിലാക്കിയതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരു മാവിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലാ ബോൾസിലും ഇതുപോലെ അത്യാവശ്യം നല്ല പോലെ തന്നെ കുഴിയാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 2-2.5-3 ടീസ്പൂണോളം ഫില്ലിങ് ഇതുപോലെ നമ്മൾ ഓരോന്നിലും വെച്ച് കൊടുക്കുക. ഫില്ലിംഗ് എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഓരോന്നിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് മാത്രം മൊസറല്ല ചീസ് ഞാൻ ഇതിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് ഓവനിലൊന്നും അല്ലാട്ടോ വെക്കുന്നത്. നമുക്കിത് ഓവനിൽ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഓവനിലാണെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ബേക്കായി കിട്ടും. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല അടികട്ടിയുള്ള ഇതിലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ്. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തന്നെ ഈ ഒരു പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ ഹോളുള്ള മൂടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരു 5-6 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് പ്രീഹീറ്റ് ചെയ്തെടുത്ത് ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമുക്കിതോടെ റെഡിയായി കിട്ടും. ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു സൈഡ് തുറന്നിട്ട് 1 ടീസ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചീസ് നല്ല പോലെ തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും, ഓവനിലൊക്കെ വെക്കുന്ന പോലെ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെയൊക്കെ അനുസരിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് കറക്റ്റ് ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നല്ല പോലെ തന്നെ എനിക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ അനുസരിച്ച് സമയം ചിലപ്പോൾ കുറച്ചും കൂടി കൂടിയെന്നിരിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കത്തിയോ ഒരു സ്റ്റിക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. നല്ല ക്ലീൻ ആയിട്ടാണ് ഇതുപോലെ വരുന്നതെങ്കിൽ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡും ഒന്ന് നോക്കുക കേട്ടോ. സൈഡ് നല്ല പോലെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം.
ഒരുപാടങ്ങ് ചൂട് കുറയുന്നതിന് വരെ വെയിറ്റ് ചെയ്യേണ്ട. ചെറിയൊരു ചൂടങ്ങ് കുറയുമ്പോഴത്തേക്കും തന്നെ സൈഡൊക്കെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിതങ്ങ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓവനും ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു ചിക്കൻ ബൺ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ ചായക്കൊപ്പോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മളിതിലേക്ക് ഓരോ ബോൾസ് ആയിട്ടില്ല ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് അടർത്തി എടുക്കാവുന്നേ ഉള്ളൂ. കത്തി കൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഓരോ ബോൾസ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.